നമുക്കേ കിഴങ്ങും മുരിങ്ങയ്ക്കയും കൂടെ ഒരു മസാലക്കറി ഉണ്ടാക്കിയാലോ. ഇതാ 2 കിഴങ്ങും 3 മുരിങ്ങയ്ക്കായും എടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം, വായോ. ആദ്യം തന്നെ കിഴങ്ങൊന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കാം. മുരിങ്ങയ്ക്കയും നമുക്കൊന്ന് നാരൊക്കെ കളഞ്ഞ് ഒരുക്കിയെടുക്കാവേ. മുരിങ്ങയ്ക്കായും കിഴങ്ങും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ ചൂടായപ്പം നമ്മൾ കിഴങ്ങിട്ട് കൊടുത്തേ. മുരിങ്ങയ്ക്കായും കൂടി ഇട്ട് കൊടുത്തേക്കാവേ. രണ്ടും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഇവിടെ കിഴങ്ങും മുരിങ്ങയ്ക്കായും ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് കോരിയെടുക്കാവേ. ചെറിയ ജീരകമാണ് കേട്ടോ. ഒരു 1/2 സ്പൂണേ ഉള്ളേ. കുറച്ച് കടുക് ഇട്ട് കൊടുത്തേ. ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ഒരു 10-12 ചെറിയുള്ളി ഒന്ന് അരിഞ്ഞതാണ്. ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പം പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞു വെച്ചതാണേ. അതുപോലെ തന്നെ ഒരു ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി വെളുത്തുള്ളി, കുറച്ച് മതിയേ. ഇച്ചിരി കറിവേപ്പില, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. നമ്മളിതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല. തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴേ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, എരിവിനനുസരിച്ച്. പച്ചമുളകും ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇടാവുള്ളൂ കേട്ടോ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ, ചെറിയ സ്പൂൺ കേട്ടോ, മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാല, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. മൂക്കട്ടെ. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയ്ക്കായും കിഴങ്ങും കൂടെ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒരുപാട് വേണ്ട, ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം. ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. മസാലക്കറി എന്താണെന്ന് നോക്കട്ടെ. ഇതാ നോക്കിയേ, കിഴങ്ങും മുരിങ്ങയ്ക്കായും കൂടെയുള്ള മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒന്ന് ഇടുക. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അതിന് ശേഷം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. സ്റ്റൗ ഓഫ് ചെയ്തു. ഇതാ ഇളക്കി കൂട്ടി ഇങ്ങോട്ട് എടുത്താൽ നമ്മുടെ മസാലക്കറി റെഡി. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മുരിങ്ങയ്ക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ബൈ.